അമേരിക്കൻ തീരുവ ഭീഷണിക്കിടെ നരേന്ദ്രമോദി ഷി ജിൻപിങ് കൂടിക്കാഴ്ച ചൈനയിൽ തുടങ്ങി. ടിയാൻജിനിലാണ് ഇരു നേതാക്കളും കണ്ടുമുട്ടിയത്. അമേരിക്ക ഉയർത്തിയ തീരുവ ഭീഷണി നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ ഉയരുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പി പി ജെയിംസ് ഈ വാർത്തയെ പിന്തുടരാൻ നമുക്കൊപ്പം ചേരുകയാണ്. ബി ബി, ഗുഡ് മോർണിംഗ്. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ചൈനയിൽ നടക്കുന്നത്. ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കും ഒരേ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിയുകയാണെങ്കിൽ ട്രംപിന്റെ കാര്യം ഒരിത്തിരി പിടിക്കും. ഇത് ലോക മാധ്യമങ്ങളിൽ മുഴുവൻ ഇപ്പോൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്ത. പ്രത്യേകിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയത് അമേരിക്കയുടെ ടെലിവിഷൻ ചാനലുകൾ മുഴുവൻ, അൽ ജസീറ, റഷ്യയിലെ ചാനലുകൾ, ചൈനീസ് ചാനലുകളിലൊക്കെ നിറയെ വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ചൈനയിലെ മനോഹരമായ തീരദേശ നഗരമാണ് ടിയാൻജിനിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തിയത്. വലിയൊരു സ്വീകരണമായിരുന്നു. ഒരുപാട് നൃത്തരൂപങ്ങളും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഒക്കെ ചേർന്ന് ചൈനയിലുള്ള ഇന്ത്യക്കാരൊക്കെ ചേർന്ന് ഒരു വലിയ സ്വീകരണമാണ് നൽകിയത്. ചുവപ്പ് പരവതാനി വിരിച്ച് ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു സുഖമായിരുന്നു. ഒരുപക്ഷെ 5 വർഷം മുമ്പാണ് ഗാൽവൻ വാലിയിൽ രക്തപ്പുഴ ഒഴുക്കിയത്. ചൈനയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടി ഇന്ത്യയുടെ 20 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയിൽ കാലുകുത്തുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വഴക്കും സംഘർഷവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സുഹൃത്തായ അമേരിക്ക ഇന്ത്യയുടെ മേൽ 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുകയും ട്രംപ് ഇന്ത്യക്കെതിരെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. മോദിയും ട്രംപും തമ്മിലുള്ള ഒരു കെമിസ്ട്രി തെറ്റിയിരിക്കുന്നു. അതിനിടയിലാണ് ഈ സമ്മേളനം വന്നിരിക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ മേഖലാ ഉച്ചകോടിയാണ് നടക്കുന്നത്. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിയിട്ടുണ്ട് ചൈനയിൽ. ഒപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ, ഇറാൻ്റെ പ്രസിഡന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൻ്റെ ബെലൂറൂഷ്യൻ പ്രസിഡന്റ് ഉണ്ട്, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് 10-20 ലോക നേതാക്കൾ എത്തുന്നു. ഈ ടിയാൻജിനിൽ വെച്ചാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ മീറ്റിംഗ് അല്ലെങ്കിൽ അവിടെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അതിന് തൊട്ടു മുൻപായി 40 മിനിറ്റ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ചയാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ മുഴുവൻ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കെ ഇന്ത്യയും ചൈനയും തമ്മിൽ പുതിയൊരു കൂട്ടുകെട്ട് വരുന്നു റഷ്യയുമായി ചേർന്ന്. അത് ലോകത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് എന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ചൈനീസ് മാധ്യമങ്ങൾ മോദിയെ വാഴ്ത്തിക്കൊണ്ടുള്ളത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലർ പറയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ കൂടുതൽ ചൈനയുമായി അടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയിലും ഇന്ത്യയിലും 140 കോടി വീതം ജനങ്ങളുണ്ട്. ഒരു പക്ഷേ അല്പം കൂടുതൽ ഇന്ത്യയിലാണ്. ഇന്ത്യ ചൈനയെ ഓവർടേക്ക് ചെയ്ത് ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തെത്തി. ചൈന 2-ാം സ്ഥാനത്താണ്. ആകെയുള്ള 814 കോടി ജനങ്ങളിൽ 280 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഈ 2 രാജ്യങ്ങളിലാണ്. പിന്നെ റഷ്യയുണ്ട്. മറ്റ് രാജ്യങ്ങളൊക്കെ കൂടുമ്പോൾ 32 കോടി മാത്രമുള്ള അമേരിക്കയ്ക്ക് പക്ഷേ മാൻ പവർ വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ അമേരിക്കയെ വിട്ട് ഇന്ത്യ പോകുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. ട്രംപുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നാൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ കാലം കഴിഞ്ഞാൽ വീണ്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധം തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കാരണം ചൈനയെ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ഫീല് ഇന്ത്യയിലുണ്ട്. കാരണം ചൈന 1962 ഇന്ത്യയുമായിട്ട് വലിയ യുദ്ധം നടത്തുകയും 32,000 സ്ക്വയർ കിലോമീറ്റർ എസ്കേൻ കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ട്. അന്ന് അതിന് തൊട്ടു മുമ്പ് ചൈനയുടെ പ്രധാനമന്ത്രി ഷൗവൻലായി വന്ന് ഇന്ത്യ ചൈന ബൈ ബൈ എന്ന് പറഞ്ഞു പോയി. തൊട്ടുപിറകെ നെഹ്റുവും നമ്മുടെ സൈന്യാധിപനൊന്നും ഇല്ലാത്ത സമയത്താണ് ഇന്ത്യയിൽ കയറി ആക്രമണം നടത്തിയത്. അതുകൊണ്ട് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു വാദമുണ്ട്. പക്ഷേ ഈ ഇന്ത്യയും ചൈനയും ഈ ലഡാക്ക് ബോർഡറിലും അതിർത്തിയിലും വലിയ സംഘർഷവും ഏറ്റുമുട്ടലും ഉണ്ടാവാൻ ഒരു കാരണം അമേരിക്കയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ ബന്ധമുണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യക്കെതിരെ ചൈന ഈ സംഘർഷമൊക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അമേരിക്കയുമായി പിണങ്ങിയതിനെ വലിയ രീതിയിൽ വലിയ പോസിറ്റീവായിട്ടാണ് ചൈന കാണുന്നത്. ചൈന അതിനെ പ്രകീർത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള നിലപാടിനെ. റഷ്യൻ പ്രസിഡന്റ് ഒരു നിമിഷം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ശരിയാണ്. ബി പി ജെയിംസ് അവിടെ തന്നെ നിൽക്കണം. US തീരുവയ്ക്കെതിരെ ചൈനയുമായി നമ്മൾ കൈകോർക്കുമോ എന്നുള്ള കാര്യം ഇന്നത്തെ ചർച്ചയിൽ അറിയാം. എന്തായാലും കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ് ചൈനയിൽ. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ?
വെരി ഗുഡ് മോർണിംഗ് എസ് കെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ എത്തുന്നു. കൂടാതെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. പ്രധാനമായും 2 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ചർച്ച എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഈ കിഴക്കൻ ലഡാക്കിലെ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. അതിർത്തി സംഘർഷം തുടരുകയാണ്. ഇപ്പോഴും ഇരുഭാഗത്തും 50,000-ഓളം സൈനികർ അതിർത്തി മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സേനാ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് 10 മാസങ്ങൾ മുമ്പ് ആരംഭിച്ച ചർച്ചകൾ ഏറെ ഫലപ്രദമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് ഈ ചർച്ചകളിലൂടെ കാര്യങ്ങൾ ചെന്നെത്തും. കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന നയതന്ത്ര ബന്ധം, സുഗമമായ ഒരു നയതന്ത്ര ബന്ധം ഈ ഒരു സന്ദർശനത്തിലൂടെ പുനരാരംഭിക്കപ്പെടും. ഇതോടൊപ്പമാണ് വാണിജ്യ മേഖലയിൽ ഏതെല്ലാം പുതിയ കരാറുകൾ പുതിയ തലത്തിലേക്ക് ഈ ബന്ധം മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും ഈ ചർച്ചകളിലൂടെയാണ് ഉരുത്തിരിയുക. ഈ 2 മേഖലകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് US-ന്റെ തീരുവ, ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 50% തീരുവ, ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. ഏഷ്യയിലെ 2 പ്രധാന ശക്തികൾ, അതോടൊപ്പം റഷ്യയും ചേരുമ്പോൾ 3 പ്രധാന ശക്തികൾ കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രധാനമന്ത്രി തന്നെ ഈ ഒരു സന്ദർശനത്തിന് മുമ്പായി ജപ്പാൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ ഏറെ നിർണായകമാണ് ഈ കൂടിക്കാഴ്ച എന്ന് വ്യക്തമാക്കിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.